വാർത്തകൾ വിശദമായി. കോഴിക്കോട് മലാപ്പറമ്പ് AEUP സ്കൂൾ അടച്ചുപൂട്ടി. AEU എത്തി രേഖകൾ ഏറ്റുവാങ്ങി. സ്കൂൾ താൽക്കാലികമായി കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റി. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ആഹ്ലാദത്തോടെയാണ് സമരസമിതിയും നാട്ടുകാരും സ്വീകരിച്ചത്. എന്നാൽ തൊട്ടുപിന്നാലെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ ആശങ്കയുടെ നിമിഷങ്ങളായി. സംസ്ഥാന സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്നറിയിച്ചതിനെ തുടർന്ന് വൈകുന്നേരം 4 മണിയോടെ ചേർന്ന സർവകക്ഷി യോഗം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിക്രമങ്ങൾ തടയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കളക്ടർ N പ്രശാന്തും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിലും സർവകക്ഷി യോഗത്തിലെത്തി വിദ്യാർത്ഥികൾക്ക് കളക്ടറേറ്റിൽ പഠന സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചു. ഈ ഗവൺമെന്റ് LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അപ്പീൽ പോയത് സുപ്രീം കോടതിയിൽ. ആ അപ്പീൽ പരിഗണിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സ്കൂൾ അക്വയർ ചെയ്തെടുക്കാൻ ഗവൺമെന്റ് ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സ്കൂൾ നിലനിന്ന് കിട്ടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ കുട്ടികളെ ഏറ്റവും ഭദ്രമായിട്ട് ഇവിടെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുസ്വത്താണ്, അത് സംരക്ഷിക്കുന്ന ആ കാര്യവും ഞങ്ങൾ കലക്ടറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കളക്ടറേറ്റിലേക്ക് മാറ്റി. 5 മണിയോടെ AEO KS കുസുമം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്കൂളിന് താഴിട്ടു. നാളെ മുതൽ വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലൊരുക്കുന്ന പ്രത്യേക സൗകര്യത്തിൽ പഠനം നടത്തും. നിയമ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ ഉടൻ തന്നെ സ്കൂൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി പ്രവർത്തകർ. അതുവരെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരും. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് AEUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടികളെന്നും സർക്കാർ വ്യക്തമാക്കി. സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും പറഞ്ഞു. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മലാപ്പറമ്പ് AUP സ്കൂൾ, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക. സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെന്റ് യോജിപ്പില്ല. അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ 2 വിധിക്കും വിധേയമായിക്കൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും. ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഘം. എന്ത് ബാധ്യതയായാലും സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് J ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത്. സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് J ശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ തൃശൂർ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ 40 കുട്ടികൾക്കാണ് അധ്യയന സൗകര്യങ്ങൾ തിരികെ ലഭിച്ചത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി രക്ഷിതാക്കൾ പ്രതികരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് മെയ് 30-ന് അടച്ചുപൂട്ടിയ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടിയെങ്കിലും പ്രതിഷേധ സൂചകമായി പ്രവേശനോത്സവം നടത്തി സ്കൂളിൽ ക്ലാസ് നടത്തിവരികയായിരുന്നു. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്നറിഞ്ഞതോടെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ആഹ്ലാദത്തിലായി. അതുപോലെ മറ്റ് ഓഫീസർമാര്, സർക്കാര് എല്ലാവരും ഇതില് പങ്കാളികളാണ്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിവന്ന രക്ഷിതാക്കളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കുഞ്ഞുമക്കൾക്ക് ഈ ടീച്ചർമാരെ തിരിച്ചു കിട്ടി, ഈ സ്കൂൾ തിരിച്ചു കിട്ടി, അതിൽ വളരെയധികം സന്തോഷിക്കുന്നു.
സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ അയക്കാനാവാതെ പ്രതിസന്ധിയിലായിരുന്നു രക്ഷിതാക്കൾ. സമരം വിജയം കണ്ടതോടെ ഇവർക്കുണ്ടായ ആശ്വാസം ചെറുതല്ല. ഇത്ര വേഗം സർക്കാർ ഏറ്റെടുക്കുന്നു വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന സ്കൂളും കൂടിയാണത്. ഈ നാട്ടിലൊരു പൊതു സ്കൂളും കൂടിയാണ്. തിരിച്ചു കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. തീരുമാനമറിഞ്ഞതോടെ സ്കൂളിന് മുന്നിൽ സമരം നടത്തി വന്ന സ്കൂൾ സംരക്ഷണ സമിതി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഇടയാക്കിയത് മുൻ സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടിയ ദിനം പൊതുവിദ്യാഭ്യാസ രംഗത്തെ കറുത്ത ദിനമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സംവിധാനം തകർക്കാനാവില്ല. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനം തകർന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് അനുവദിക്കാനാവില്ല. കോടതി നിഷേധ രൂപത്തിൽ ഉള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ മാനേജ്മെന്റിന് ആ സ്കൂൾ കെട്ടിടവും സ്ഥലവും വിൽക്കാൻ അവകാശമുണ്ട് എന്നിടത്ത് കോടതി നിൽക്കുകയാണ്. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഫലത്തിൽ തടയുന്ന നിലപാടും എടുത്തിരിക്കുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടാൻ മുൻ സർക്കാർ അനുമതി നൽകിയത് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഏത് നിലയായാലും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സർക്കാർ അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടങ്ങളിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകും. തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ നവീകരിച്ച ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു. മോഡൽ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള മിഷൻ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 116 വർഷം പഴക്കമുള്ള ക്ലാസ് മുറികൾ നവീകരിച്ചത്. കെട്ടിടത്തിന്റെ പൈതൃക സ്വഭാവം നഷ്ടപ്പെടുത്താതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആവണാങ്കുഴിയിൽ വാഹനാപകടത്തിൽ 3 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എസ് ജീവൻകുമാർ ചേരുന്നുണ്ട്. ജീവൻ, എന്താണ് സംഭവിച്ചത്? സോമി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആവണാങ്കുഴിയിൽ ഒരു ജീപ്പും ഒപ്പം ഒരു ബൈക്കും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർ മരണപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ ജീപ്പ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ ആദ്യം ഇടിക്കുകയും തുടർന്ന് ബൈക്കിൽ ചെന്നിടിച്ച് മറിയുകയുമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 4 പേരാണ് മരിച്ചിരുന്നത്. ജീപ്പ് ഓടിച്ചിരുന്നവർ മദ്യപിച്ചതായിട്ടാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിൽ 2 പേരെ പോലീസിന് പിടികൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 48 വയസ്സുള്ള യോഹന്നാൻ അലക്സ് ഭവൻ ചുണറ്റിൻകര വീട്ടിൽ മണ്ണറവിള സ്വദേശിയായ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാഞ്ഞിരകുളം ചാവടി സ്വദേശിയായ ശശി, ഓട്ടോ ഡ്രൈവർ രാജേന്ദ്രൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ സ്ത്രീയുടെ ബോഡി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അമിത വേഗതയിലെത്തിയ ജീപ്പ് ഇടിച്ചിട്ടാണ് ഇവർ മരിച്ചതെന്ന് പ്രദേശവാസികളായ നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തു. സോം, തിരുവനന്തപുരം ആവണാങ്കുഴിയിൽ വാഹനാപകടത്തിൽ 4 പേർ മരിച്ചു. വിവരങ്ങളാണ് ജീവൻ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിച്ചു. അഡ്വക്കേറ്റ് MK ദാമോദരനെ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിഫലം കൂടാതെയാണ് ഇരുവരുടെയും നിയമനം. മേജർ K മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിഫലം കൂടാതെയുള്ളതാണ് നിയമനം. അഡ്വക്കേറ്റ് MK ദാമോദരനെ പ്രതിഫലം കൂടാതെയുള്ള നിയമോപദേഷ്ടാവായും നിയമിച്ചു. VSSC ഡയറക്ടറായിരുന്ന ചന്ദ്രദത്തനെ ശാസ്ത്രോപദേഷ്ടാവായി നിയമിച്ചതും പ്രതിഫലം കൂടാതെയാണ്. VJ കുര്യൻ IASനെ ജലവിഭവ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. കോസ്റ്റൽ ഷിപ്പിംഗ്, ഇൻലാൻഡ് നാവിഗേഷൻ, അന്തർ സംസ്ഥാന ജലസെൽ എന്നിവയുടെ അധിക ചുമതല കൂടി ഇദ്ദേഹത്തിനുണ്ടാകും. ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന് മൃഗസംരക്ഷണം, ഡയറി, മൃഗശാല എന്നിവയുടെ അധിക ചുമതല നൽകി. ഡോക്ടർ B അശോകിനെ ആയുഷ് വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. റാണി ജോർജ് IASന് മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് വകുപ്പുകളുടെ അധിക ചുമതല നൽകി. T ഭാസ്കരനെ ലാൻഡ് ബോർഡ് സെക്രട്ടറിയായി നിയമിച്ചു. പത്മകുമാറിനെ ലാൻഡ് റവന്യൂ ബോർഡ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കയർ വകുപ്പ് ഡയറക്ടറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ടാകും. കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ അധിക ചുമതല ജില്ലാ കളക്ടർ രാജമാണിക്യത്തിന് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
മഹാരാഷ്ട്രയിലെ കേന്ദ്ര ആയുധ സംഭരണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മേജർ കെ മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മനോജ് കുമാറിന്റെ മാതാപിതാക്കൾക്ക് പ്രതിമാസം 5000 രൂപ പെൻഷൻ നൽകും. മനോജിന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് സർക്കാർ അഭ്യർത്ഥിക്കും. അത് നിരസിക്കപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് ജോലി നൽകും. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുങ്ങിമരിച്ചവർക്ക് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സ്കൂൾ പ്രവേശന ദിവസം സ്കൂൾ വരാന്തയിൽ തൂൺ തകർന്ന് വീണ് മരിച്ച മുഖത്തലയിലെ നിശാന്തിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി UDF ചെയർമാനാകും. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനമായത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തിയില്ല. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വീണ്ടും UDF യോഗം ചേരും. ഉമ്മൻചാണ്ടിയെ ചെയർമാനാക്കാനാണ് UDFിലുണ്ടായ പൊതുധാരണ. ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടിയെ പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആകുന്ന ആൾ ചെയർമാനാകിയെന്ന പതിവ് ഇതോടെ തെറ്റി. AICCയുടെ അംഗീകാരത്തോടെയായിരിക്കും അന്തിമ തീരുമാനം. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പൊതു അഭിപ്രായം മുൻ മുഖ്യമന്ത്രിയും സീനിയർ ലീഡറുമായ ശ്രീ ഉമ്മൻചാണ്ടി UDFിന്റെ ചെയർമാനായിരിക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ തന്നെയാണ് ഇത് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത്. സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി നിലപാട് അറിയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ UDF ജൂലൈ ആദ്യം വീണ്ടും ചേരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.